നല്ലതാ, അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാം. പക്ഷെ നമ്മുടെ മേലെ അല്ല അവരൊരിക്കലും. അവരെ തുറന്നു വിടണം. പക്ഷെ പട്ടത്തിൻ്റെ ചരട് നമ്മുടെ കയ്യിൽ ഇരുന്നാൽ ഈ സൊസൈറ്റിയിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരിക്കലും നമ്മൾ ഈക്വാലിറ്റി അത് ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് നിരന്തരം മാധ്യമങ്ങളിലൂടെ വേദനകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഷുവറാണ്. ഇതിന് എത്ര പേരെന്നെ ഇതിന് ട്രോൾ ചെയ്യാൻ കുഴപ്പമില്ല. അല്ല, എനിക്ക് വേദനയില്ല. അന്നൊക്കെ ഞാൻ പറയണ ഈ കുട്ടികൾ മരിക്കുന്ന കാര്യത്തെ പറഞ്ഞതും അതൊരു അമ്മ എന്ന രീതിയിലുള്ള വിങ്ങലാണ് ഇല്ലേ. നമ്മളിപ്പോൾ ഒരു കാര്യം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് കിടന്ന ഉറക്കം വരില്ല. സത്യം. നമ്മൾ ആ സ്ത്രീയെക്കുറിച്ചാണ് ചിന്തിക്കുക അല്ലേ. അവരെന്തോരം വേദന സഹിച്ചിട്ടുണ്ടാവും അല്ലേ. ഒരു അച്ഛൻ മദ്യപിച്ച് വീട്ടിൽ വരുമ്പോൾ ഒരു അമ്മ അനുഭവിക്കുന്ന വേദനകൾ നമ്മുടെ ബാല്യത്തൊക്കെ നമ്മൾ കണ്ടു വളർന്നിട്ടുണ്ട്. ഇപ്പം പല വീട്ടുകളിലും ഇന്ന് മറ്റ് കുട്ടികൾ എങ്ങനെയായിരിക്കും ഇന്ന് വൈകുന്നേരം വരുന്നതെന്നൊരു ചിന്ത പേറി ജീവിക്കുന്ന ഒത്തിരി അച്ഛനമ്മമാരുണ്ട് ഈ സമൂഹത്തിൽ. അവരുടെ ഒരു പ്രതിനിധി എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ പേരിൽ തന്നെ ആരെന്ത് പറഞ്ഞാലും ഇതിന്റെ പേര് ട്രോൾ ചെയ്യാൻ എനിക്കും കുഴപ്പമില്ല. പക്ഷെ ആര്യ എങ്ങനെ പറയിപ്പിക്കണ്ടായിരുന്നു അമ്മയെ കൊണ്ട്. അറിയാം, അതാ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത്. ഞാൻ വെറുതെ പറഞ്ഞതാ. പക്ഷെ ഈ ഫിലോസഫി ഒക്കെ ആര്യ എവിടെന്നാ പഠിച്ചെന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായി. ഇതായിരുന്നല്ലേ സ്കൂള്. ഞാനും കുറച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് മലയാളമായിട്ട് മാച്ച് ചെയ്യണമെങ്കിൽ അമ്മയെ പറ്റുള്ളൂ. ഞാനിപ്പോ ഇന്റർവ്യൂ കൊടുക്കുമ്പോ എന്നോട് പലരും ചോദിക്കും, എന്തിന് ഇത്ര ഇന്റർവ്യൂ കൊടുക്കണത്, നിങ്ങൾ ആരാണ് എന്നോട് ഒരാളൊരു ചോദിച്ചു. ഞാൻ പറഞ്ഞ ഞാനാരുമല്ല, ഞാൻ ജന്മം നൽകിയ എൻ്റെ മകൾ ഒരു ചെറിയ ആർട്ടിസ്റ്റാണ്. ഇപ്പൊ ഞാനൊരു ഇനാഗുറേഷന് പോയി പാലാഴിയിൽ. അപ്പൊ എന്നെ അവർ സ്റ്റേജിലേക്ക് അനൗൺസ് ചെയ്ത ദീപ്തി ശങ്കർ എന്നല്ല, ആര്യ പാർവതിയുടെ അമ്മയെ ഇത് ഇനാഗുറേറ്റ് ചെയ്യാൻ ക്ഷണിക്കുന്നു എന്നാവുന്നു. എനിക്ക് പ്രൗഡാണ് അല്ലേ. നമ്മള് ഇപ്പം ഇത്രയും വയസ്സിൽ പ്രസവിച്ച അമ്മ എന്ന് പറഞ്ഞല്ല വിളിച്ചത്. ഇത് ഇനാഗുറേറ്റ് ചെയ്യാൻ വിളിക്കുന്നത് ആര്യ പാർവതിയുടെ അമ്മയാണ് എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് അവരാ ഇത് ചെയ്യിപ്പിച്ചുകൊണ്ടല്ലോ നമുക്ക് കിട്ടുന്ന. അത് എൻ്റെ ഇളയാളെ ഞാൻ കൈ പിടിച്ചാണ് കട്ട് ചെയ്തത് ഇല്ലേ. അപ്പൊ എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കരയാന്ന് പറയുന്നിടത്ത് അവിടെയാണ് എൻ്റെ വിജയം ഇല്ലേ. എന്നെ കുറ്റം പറയുന്ന വ്യക്തികളുടെ ഇടയ്ക്ക് എൻ്റെ മക്കൾ ജയിക്കുമ്പോഴാണ് ഞാൻ ജയിക്കുന്നത് ഇല്ലേ. അല്ല ഞാൻ ഇനി എനിക്ക് എന്ത് ജയം തോൽവി ഇത് പറഞ്ഞാൽ ഈ ആര്യയുടെ കുഞ്ഞുങ്ങളെ കാണും, പാലുവിൻ്റെ വളർച്ചകൾ കാണണം. ഇതിനെ സംബന്ധിച്ച് അപ്പുറം എനിക്കൊരു ലോകമില്ല. അപ്പം എൻ്റെ മക്കൾ എൻ്റെ സ്വകാര്യ സ്വത്താണ്. ഞാൻ വഴക്ക് പറയും, ദേഷ്യപ്പെടും, അടിക്കാറില്ല, വാ കൊണ്ട് പറയും. പക്ഷെ അവർ വലിയ തെറ്റുകളിലേക്കൊന്നും പോകാത്ത ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാവാം അല്ലേ. അവരുടെ പ്രായം ഇപ്പം രജീഷേട്ടനും എൻ്റെ മക്കൾ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഒരിക്കലും പറയല്ല. പ്രായം തെറ്റ് ചെയ്യിക്കും. അവരുടെ ടീനേജിൽ വരുന്ന തെറ്റുകൾ അല്ലെ, അവർ വളരുന്ന അവരുടെ കൂട്ടുകളിൽ നിന്ന് അവർ തെറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ ഒളിഞ്ഞു നിന്ന് നമ്മൾ പറയും എൻ്റെ കുട്ടി തെറ്റ്. നമ്മൾ ഒളിഞ്ഞു നിന്ന് മാറ്റി നിന്ന് അവർ നമ്മുടെ മക്കളെ നോക്കി അവർ തെറ്റ് ചെയ്യും. അവരുടെ പ്രായം അവരെ തെറ്റ് ചെയ്യിക്കും അല്ലെ, സൊസൈറ്റി അവരെ തെറ്റ് ചെയ്യിക്കും. പക്ഷേ നമ്മൾ അവരുടെ പുറകെ ഞാൻ പറഞ്ഞത് പട്ടം പോലെ വിടണം. പക്ഷെ ചരട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നില്ലെങ്കിൽ നമുക്ക് സങ്കടങ്ങളെ ഉണ്ടാവുള്ളൂ രജനീഷേട്ടാ, ഉറപ്പാണത്. നമുക്ക് ഓരോ ദിവസം നമ്മൾ ഓരോ വാർത്തകൾ എടുക്കുമ്പോഴല്ലോ നെഞ്ചു പൊട്ടിപ്പോകും. നമ്മൾ ആ വാർത്ത മുഴുവൻ കാണില്ല ഇല്ലേ. അപ്പൊ നമുക്ക് തോന്നും അയ്യോ അത് അവരുടെ ആ അമ്മയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ എന്ന് ചിന്തിക്കുമ്പോൾ രാത്രി ഉറക്കം വരില്ല ഇല്ലേ. ഇപ്പൊ ആര്യ ഒന്ന് നമ്മളോട് പിണങ്ങുമ്പോൾ നമുക്ക് വിഷമം വരും ഇല്ലേ. അപ്പൊ നമ്മുടെ മക്കള് മോശമാണെന്ന് സമൂഹം നമ്മളോട് പറയുമ്പോൾ എത്രമാത്രം നമുക്ക് വേദനിക്കുന്നുണ്ടാവും ആ അമ്മയുടെ മനസ്സ് ഇല്ലേ. അന്ന് പറഞ്ഞ പോലെ അതിന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രത്തോളം പൈസ ഉണ്ടാക്കാൻ ഓടുന്നതിനൊപ്പം തന്നെ പൈസ അച്ഛനും അമ്മയ്ക്കും സമ്പാദിച്ചത്. കഴിഞ്ഞ ദിവസം വന്ന ന്യൂസിന്റെ വെച്ചിട്ട് അമ്മ പറയുന്നതാണ്, ഞാൻ അമ്മ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ എന്താണ് ഈ അതല്ല ഞാൻ പറഞ്ഞത്. ഈ ചില ആളുകൾ എന്നോട് ചോദിക്കും, നീറ്റ് നേഴ്സിംഗ് പഠിച്ചിട്ട് എന്താ ജോലിക്ക് പോവാത്തത്, ഇപ്പോ നമ്മള് ഫിനാൻഷ്യലായിട്ടൊക്കെ ഇതാവില്ലേ, ഇപ്പൊ പാലു വളർന്നില്ലേ, അപ്പൊ പാലുവിനെ നീ ദീപ്തി നല്ല പ്രായത്തിലേക്ക് എത്തില്ലേ എന്നൊക്കെ ചോദിക്കും. ആര്യക്കൊരു ഭാരമാകില്ലേ എന്ന് ഇവള് പറഞ്ഞില്ലേ കമന്റ് വരണേ. പക്ഷെ നമ്മൾ പാലുവിനെ വളർത്തുമ്പോൾ ആര്യയ്ക്ക് നാളെ ഒരു ആര്യ മറ്റൊരാളുടെ വൈഫാകും, അവർക്കൊരു കുടുംബം ഉണ്ടാവും. പക്ഷെ ആ പാലുവിൻ്റെ ജീവിതത്തിൽ പാലു ആര്യക്കൊരു ബാധ്യതയാകാതെ നോക്കുക എന്നുള്ള ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഞങ്ങൾ ചെയ്തിരിക്കും ഇല്ലേ. അല്ല പിന്നെ ഇവൾക്ക് അവളും ആര്യയുടെ കുഞ്ഞുകൂടെയാണ്. അല്ല ആര്യ നാളെ ഒരു ജീവിതത്തിലേക്ക് പോകുമല്ലോ. അപ്പം നമുക്കത് ലക്കാണ്, കിട്ടുന്ന ആളെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ പാലുവിനെ സേഫ്റ്റി ആക്കുക എന്നുള്ളത് എൻ്റെ ചേട്ടൻ്റെ ഉത്തരവാദിത്തമാണത്. സൊസൈറ്റിയോടുള്ള നമ്മുടെ കുഞ്ഞിനെ അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവളെ നല്ല സ്റ്റേബിളായിട്ട് വളർത്തുക. അത് ഞങ്ങളുടെ ഈ പ്രായത്തിൽ ഞങ്ങളുണ്ടാകുമ്പോൾ ഇവളേക്കാൾ കുറച്ചും കൂടെ അവൾക്ക് കൊടുക്കണം
ഇല്ലേ? ആര്യക്ക് നാളെ ഒരു രീതിയിലുള്ള ഡിസ്റ്റർബൻസും വേറെ ഒന്നും വേണ്ട, ഫിനാൻഷ്യലി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ബോൾഡായിട്ട് വളർന്നാൽ മതി. അതെ, അതുകൊണ്ടാണ് നമ്മൾ ആരോഗ്യമാണെങ്കിലും തന്റെ വിളിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ ആരോഗ്യം നോക്കുന്നത് ഭാവമാവരുത്. എനിക്ക് അത്രേ ഉള്ളൂ. അത് ആരോഗ്യം നോക്കണേ. ഇപ്പൊ ആര്യക്ക് പാലൂന് മിഠായി കൊടുക്കാറില്ല, ചോക്ലേറ്റ് ഒന്നും ഒക്കെ അറിയില്ല, ചോക്ലേറ്റ്. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ നീ കിളവിത്തള്ളയുടെ മകളായിട്ട് ജനിച്ചത് അവരുടെ കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കമന്റ് വരും. അപ്പോ എനിക്ക് പ്രഗ്നൻസിയിൽ ഷുഗർ ഉണ്ടായെന്ന് പറഞ്ഞാൽ അവൾക്ക് ഷുഗർ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അവളുടെ ആരോഗ്യം, എൻ്റെ ലൈഫ് 48 റിയാലിറ്റി എനിക്കറിയാം. അപ്പം ഞാൻ എത്ര കാലം ഈ ജേർണിയിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല, അല്ലേ? അപ്പം നമ്മൾ ഇപ്പം കൊടുക്കുന്ന കെയറിങ് ആണ് അവളുടെ ലൈഫിൽ ബാല്യത്തിൽ കിട്ടുന്ന ഒരിതാണ് അവളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം ഞാൻ പാലുവിനെ ഇപ്പം അതിനെ ഇങ്ങനെ ഓവറായിട്ട് കൊടുക്കുമ്പോൾ പാലു അതിൻ്റെ ടേസ്റ്റ്, ഇപ്പം അവരുടെ ബ്രെയിനിൽ എന്താണോ ക്യാച്ച് ചെയ്യണം അതാണ് അവർ മുന്നോട്ടുള്ള ജേർണിയിൽ. പിന്നെ അവർ ഇവളുടെ പ്രായമൊക്കെ എത്തുമ്പോൾ സ്വയം തിരിച്ചറിയും, വണ്ണം കുറയ്ക്കണം അല്ലെ ഷുഗർ അല്ല, അതിനറിയില്ല. ഇപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണോ അത് കഴിക്കും. അപ്പം നമ്മളതൊക്കെ പറയുമ്പോൾ കിളവിത്തള്ളയുടെ നമുക്ക് വിഷയമില്ല. എന്നെ അറിയുന്ന വ്യക്തിയല്ലല്ലോ, ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത് എന്നെക്കുറിച്ച് അറിയില്ല, എനിക്ക് അതിനകത്തൊന്നും പരിഭവമില്ല. ചിലരത് എനിക്ക് എടുത്ത് സ്ക്രീൻഷോട്ട് അയക്കും, ഞാനിപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ കണ്ടില്ലെന്ന് പറയും. അപ്പം ഞാനിങ്ങനെ പറയും, എനിക്കതിനകത്ത് ഫീലിംഗ് ഇല്ല. ഇവരെയൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് വിഷമം വരും. എന്നെ പറയുമ്പോൾ ചെറിയ സങ്കടമൊക്കെ വരും, ഇത്രയും നോക്കിയിട്ട് ഇങ്ങനെയാണല്ലോ. പിന്നെ ഞാനതിനെ അത്രയോ റെസ്പെക്റ്റോടെ എന്നെ കാണുന്നവരുണ്ട്. ഇപ്പം എന്നെ ഇനാഗുറേഷന് വിളിക്കുമ്പോൾ ഞാൻ അവരുടെയാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നത്. അവിടേക്ക് വന്ന് എത്രയോ ആളുകൾ നമ്മളോട് മിണ്ടി നമ്മളോട് സംസാരിക്കുമ്പോൾ ഡോക്ടേഴ്സ്, ഇപ്പം എൻ്റെ ഡെലിവറി എടുത്ത ഡോക്ടർ, ലേഷോറിലെ ഡോക്ടർ, അങ്ങനെ എത്രയോ ആളുകൾ നമ്മളുടെ ഒരു ദീപ്തി ഈ സമയത്ത് ദീപ്തി ഒരു വലിയൊരു മെസ്സേജാണ് കൊടുത്തത് എന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് വലിയ സന്തോഷമാണ്. പിന്നെ അകലെ ഇരുന്ന് കിളവിത്തള്ള, ഞാൻ എല്ലാ ഇന്റർവ്യൂ എൻ്റെ പ്രായം എനിക്ക് 48 വയസ്സായി, എൻ്റെ 19 വയസ്സിലുള്ള ആര്യ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇങ്ങനെ പ്രൗഡായിട്ട് കാണുന്നത്. ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ വരും എന്നൊരു ബോധ്യം എനിക്കുണ്ട്. പിന്നെ ആര്യ അതിനെ കുറെ എന്നെ കാണണ്ടെന്ന് വെച്ചാലും ചിലതൊക്കെ മറ്റുള്ളവർ എനിക്കൊരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു, നീ കണ്ടു വിഷമിച്ചോ എന്നൊക്കെ പറഞ്ഞ് അയക്കുന്നവരും കമന്റ് നോക്കിയിരിക്കുകയാണ് രാവിലെ മുതൽ. ഇപ്പോഴും ഞാൻ സംസാരിക്കാൻ വരുന്നത് ദീപ്തിയോടുള്ളൊരു സ്നേഹം മാത്രമല്ല, അപ്പോൾ പാലുവിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്, ആര്യെ കാണാൻ ഇഷ്ടമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ദീപ്തി സംസാരിക്കുന്ന ഒരു ബോൾഡ്നെസ് ഉണ്ട്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ദീപ്തി. അത് രമേശേട്ടാ, ബോൾഡ്നെസ് എന്ന് പറയുമ്പോഴല്ലോ നമ്മൾ ഒറ്റയ്ക്ക് ഒരു യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഞാൻ പറയല്ലോ ആർട്ടിസ്റ്റാണ്. അപ്പം അദ്ദേഹം എനിക്കൊരു ബാക്ക് സപ്പോർട്ടാണ് എപ്പോഴും. എൻ്റെ കരുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എൻ്റെ കൂടെ എപ്പോഴും ഹസ്ബൻഡില്ല. ഇപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഇരുന്നപ്പോൾ ഒന്നും അധികം സംസാരിക്കാത്ത, അതിനൊക്കെ ഒന്ന് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മളൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ ആക്കിയെടുക്കാൻ ഒരു അമ്മയ്ക്ക് മാത്രം സാധിക്കില്ല. അച്ഛൻ്റെ വലിയൊരു സപ്പോർട്ട് ഉണ്ടാവും, ഫിനാൻഷ്യൽ ആയാലും മെൻ്റൽ സപ്പോർട്ടാണെങ്കിലും. നമ്മൾ രാത്രി പോയി വരുന്നു, നമുക്ക് അങ്ങനെ തരുന്ന ഒരു കെയറിങ്. ഇപ്പം ചേട്ടൻ നിസ്സാര കാര്യങ്ങൾക്ക് പോലും സന്തോഷിക്കുന്ന ആളാണ്. അപ്പം ഇപ്പം പുള്ളി വർക്കിന് പോയ സ്ഥലത്ത് വെച്ചിട്ട് ചേട്ടൻ ചെന്ന സ്ഥലത്ത് കുറേ പേര് ചേട്ടനെ ഇങ്ങനെ നോക്കുക. അപ്പം അവിടുത്തെ ചേട്ടൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞു, ചേട്ടനെ അവരിങ്ങനെ പെൺകുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ പറഞ്ഞു എന്താണെന്നറിയില്ല പറഞ്ഞു. അത് പക്ഷേ അവർ കുറേ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഹെഡ് ഓഫീസിലെ സാറ് താങ്കളെ ശങ്കർജിയെ കാണാനായിട്ടാണ് ആ സ്ത്രീകൾ അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം പാലുവിന്റെ ആര്യയുടെ അച്ഛനല്ലേ, എന്നെ സുഖമായിട്ടിരിക്കണോ അതൊക്കെ അന്വേഷിച്ചപ്പം അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. അപ്പം തന്നെ എന്നെ ഫോൺ വിളിച്ചു. അപ്പം എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. അപ്പം വൈകുന്നേരം പിണങ്ങി. അപ്പം ഇത് പറയാനുള്ള സന്തോഷത്തിലാണ് ആൾ വിളിച്ചത്. അത് പക്ഷെ രാത്രി പറയുമ്പോൾ അവരുടെ മനസ്സിൽ എത്രത്തോളം ആ മക്കളുടെ ആര്യയുടെ അച്ഛനല്ലേ, പാലുവിൻ്റെ അച്ഛനല്ലേ, അതിലെനിക്ക് അവളെ അങ്ങനെ വളർത്തി ആ സന്തോഷം അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യാത്രയിൽ ഒപ്പം നിന്നില്ലെങ്കിലും എന്നോട് ഒരാൾ ചോദിച്ചു, ഇത് ഡൈവോഴ്സ് ആയില്ലേന്ന് ചോദിച്ചു. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഒരു കസിൻ തന്നെ പലവട്ടം ഈ തമാശ എന്നോട് ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം എനിക്ക് അങ്ങോട്ട് എല്ലാവരും മുന്നിൽ വെച്ചാണ് ചോദിച്ചത്. അപ്പം എനിക്ക് ഭയങ്കര വിഷമായി. ഇപ്പോഴും ഇത് എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്, ദേഷ്യപ്പെടാറില്ല കേട്ടോ ഞാൻ. നിങ്ങൾ എന്നും കൂടെയുള്ള ഭാര്യ ഭർത്താവിനേക്കാളും കൂടുതലാണ് ഞാനും എൻ്റെ ഹസ്ബൻഡ് അകന്നു നിന്നാലും ഉള്ള കെമിസ്ട്രി, ഒരു ജീവിതത്തിൻ്റെ ഇത്. അദ്ദേഹം ജോലിയെടുത്ത് കാശ് കൊണ്ടുവന്നാലേ ആര്യ നന്നായിട്ട് എനിക്ക് വളർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം തരുന്ന കാശിന് തിരിച്ചു കൊടുക്കണം അദ്ദേഹത്തിൻ്റെ മകളെ നല്ല രീതിയിൽ വളർത്തി നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുക. അത് എന്നെ സംബന്ധിച്ചാണ് എൻ്റെ കടമ, ഇല്ലേ? എൻ്റെ പ്രൊഫഷൻ ഞാൻ വേണ്ട വെച്ചിട്ട് ഇവൾക്ക് കൊടുത്തത് എൻ്റെ ഹസ്ബൻഡ് ജോലി എടുത്ത് കൊണ്ടുവന്ന കാശ് കൊണ്ട്, ഞങ്ങളുടെ ഒരാളുടെ വരുമാനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകളെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൈ കൊടുക്കുക എന്നുള്ളത് എനിക്കൊരു തിരിച്ചുത്തരവാദിത്വമുണ്ട്. അത് ഞങ്ങൾ രണ്ടുപേരുടെ മനസ്സിൻ്റെ
ഒരു ഇതാണ് അല്ലേ. ഞാൻ ചിന്തിക്കുന്ന അതേ ചിന്തയിൽ ചേട്ടൻ ചിന്തിക്കാതെ അദ്ദേഹം ഭാര്യ പറയണതെല്ലാം അനുസരിക്കുന്നല്ല, അത് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് അവൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം സമ്പാദിച്ചു കൊണ്ടുവരുന്ന കാശ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകളെ നന്നായി വളർത്തുക എന്നുള്ള ബോധ്യം എനിക്കുമുണ്ട് ഇല്ലേ. എന്താണ് നീ സമ്പാദിച്ചത്? ആര്യയെ സമ്പാദിച്ചു, നാളെ പാലുവിനെ സമ്പാദിച്ചു. നമ്മുടെ അസറ്റ് എന്ന് നമ്മുടെ മക്കളാണ് അല്ലേ. നമുക്ക് സ്വത്തോ പണോ ഇപ്പം വീടില്ല, റെൻറ്റിന് കിട്ടും അല്ലേ. കല്യാണം കഴിച്ചു ഉപേക്ഷിച്ച വേറെ ഹസ്ബൻഡിനെ കല്യാണം കഴിക്കാം. പക്ഷെ മക്കളെ ഒരു പ്രാവശ്യമേ അല്ലേ മക്കളെന്ന് പറയുമ്പോൾ നമുക്ക് അല്ലേ. അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ലൈഫിൽ. പിന്നെ ചെറിയ കാര്യങ്ങളിൽ ഞാൻ പതറിപ്പോവും. പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ പറഞ്ഞു ആര്യയെ ഇങ്ങനെ ഉമ്മ വെച്ച് ഇങ്ങനെ കെയർ ചെയ്യണ അമ്മയല്ല. തെറ്റ് കണ്ടാൽ അത് എവിടെ നിന്നാലും ഞാൻ പൊട്ടിത്തെറിച്ചിരിക്കും, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആളാണ്. പക്ഷെ അവൾക്കൊരു പ്രശ്നം വന്നാൽ എൻ്റെ ജീവൻ കൊടുത്തും ഞാനത് നിലനിർത്തും. അതിനകത്ത് ആര്യക്കറിയാതെ എന്തായിരിക്കും വന്നാലും ആര്യയുടെ ഭാഗത്ത് ന്യായമുണ്ട്, ആര്യ ശരിയാണെന്ന് എനിക്ക് തോന്നുന്ന ഏത് കാര്യമാണ് അതിൻ്റെ ഏത് അൾട്ടിമേറ്റ് അവസ്ഥയിലും ഞാൻ പോയി അവളെ കെയർ ചെയ്തിരിക്കും. പ്രൗഡല്ലേടാ അല്ലേ? നീ ഇതിനകത്ത് എന്തോ ഒരു ട്രോളും പോലെ ഇരിക്കുന്നു, അങ്ങനെയല്ലല്ലോ. ശരിക്കും പ്രൗഡല്ലേ? സന്തോഷം. ശരിക്കും അത് ഉള്ളിലേക്ക് എത്തുന്നില്ലേ? തീർച്ചയായും അനുഭവം ഉണ്ടല്ലോ. എല്ലാം അനുഭവിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് അതൊന്നും മനസ്സിലാവൂല. ഇപ്പൊ എനിക്ക് ഒരു വീടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കാശുണ്ട്, നിറയെ ഓർണമെന്റ്സ് ഉണ്ട്, എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. ചെറിയ സന്തോഷത്തിൽ പോലും നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. ഇച്ചിരി കുറയുന്നതിനെ കുറിച്ച് വിഷമം ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് അല്ലേ. എല്ലാം ഉണ്ടായിരുന്നിട്ട് നഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞ് പൊങ്ങി വന്നു. അങ്ങനെ ഒരു ഇങ്ങനെ താളത്തി പോണ ആളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് മറ്റൊരാളെ ചോദിക്കും എന്തെങ്കിലും മാത്രം സന്തോഷിക്കാനിരിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ആ സന്തോഷം ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ കൊടുത്ത വിലകൾ ഭയങ്കര വലുതാ. അപ്പൊ എനിക്ക് ആര്യയുടെ ജേർണി, ആര്യ ആരും ആയിട്ടില്ല, അവളൊരു മോഹിനിയാട്ടം നർത്തകിയാണ്. അപ്പൊ അടുത്തവൾ കംപ്ലീറ്റ് ചെയ്തു, ഇനി അവളുടെ ജേർണി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം എനിക്ക് എൻ്റെ മോളുടെ ചെറിയ മൊമെൻറ്റ്സ് വരെ, ഒരു മൊമെൻറ്റ് വരെ ഇങ്ങനെ ഭയങ്കര ഹാപ്പി നൽകും. ദീപ്തി എന്തിനും ഇനി മാത്രം സന്തോഷിക്കണേ എന്ന് ചോദിക്കുമ്പോൾ അത് അവർക്ക് സന്തോഷിക്കാൻ അറിയില്ല. ഞാൻ രാത്രിയും പകലും കൊണ്ട് നടന്ന് എൻ്റെ നിഴല് പോലെ കൊണ്ട് നടന്നവളാണ് അവള് ഇല്ലേ. എൻ്റെ നല്ല പ്രായവും എൻ്റെ ജോലി എല്ലാം ഞാൻ അവൾക്ക് കൊടുത്തത്. അതിനകത്ത് എനിക്ക് ഒരു പരിഭവങ്ങളും ഇല്ല, പരാതിയില്ല, ഒന്നും എനിക്കില്ല. എനിക്ക് ആര് നന്നാവണം, നല്ല അറിയപ്പെടുന്ന മോഹിനിയാട്ട നർത്തകിയാവണം, ക്യാരക്ടർ വൈസിൽ സമൂഹത്തിൽ നല്ലൊരു കുട്ടിയായിട്ട് നിൽക്കണം. അവൾ ഒരാളോട് മോശമായിട്ട് പെരുമാറി നിന്നുവരെ എനിക്ക് ആരും എന്നോട് പാടില്ല. എവിടെ ചെന്നാലും ആര്യ പാർവതിയുടെ അമ്മ. സ്കൂളിൽ ചെന്നാൽ, കോളേജിൽ ചെന്നാൽ, ശങ്കര കോളേജിലാവട്ടെ, രേവ യൂണിവേഴ്സിറ്റിയിലാവട്ടെ, എവിടെ ചെന്നാലും ആര്യയെക്കുറിച്ച് എനിക്ക് നല്ലത് മാത്രമേ അനുഭവം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ മനുഷ്യനല്ലേ, നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. പരിപാടി കൊള്ളാം കേട്ടോ, ഇരുന്ന് പൊങ്ങുവാ ഞാൻ അരമണിക്കൂർ. അങ്ങനെയല്ല, നമ്മൾ തെറ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിന്റെ നെഗറ്റീവ് വശം കൊണ്ട് ആര്യപ്പോ ഒരു തെറ്റ് ചെയ്താൽ ഞാൻ എവിടെ അല്ല തെറ്റ് ചെയ്താൽ റിയാക്ട് ചെയ്ത് നാളെ പാല് പോയാലും അങ്ങനെ തന്നെ. ഇപ്പൊ ഇവിടെ എപ്പോഴും പറയും അമ്മയെ പോലെ പാലു ഇരിക്കണം. അപ്പൊ അമ്മയ്ക്ക് അത് എപ്പോഴും പറയുമ്പോ അമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കര സ്നേഹം വരുമോ പാലുവിനോടൊന്ന് ഇവിടെ എന്നോട് എപ്പോഴും ചോദിക്കും. അപ്പൊ ഞാൻ എനിക്ക് ഒരിക്കലും വരില്ല. എങ്ങനെയാ വരിക? നമ്മൾ 19 വയസ്സ് ഒന്നും അറിയാത്ത സമയത്ത് ആര്യ 19 വയസ്സിൽ നമുക്ക് ഒന്നും അറിയാം. എന്നോട് ഒരാൾ ഇന്റർവ്യൂ ചോദിച്ചതാ, ചേച്ചി 19 വയസ്സിൽ ആര്യ ഉണ്ടായി, 48 വയസ്സ് പാല് കൊണ്ടാൻ പറ്റും. ഞാൻ ഒരു വ്യത്യാസം, സിമ്പിൾ ആൻസറാ. 19 വയസ്സിൽ ഒന്നും അറിയില്ല, നേഴ്സിംഗ് പഠിച്ചുകൊണ്ട് ഡെലിവറി എന്താണെന്നൊക്കെ അറിയാം. ഒന്നും അറിയാതെ ലൈഫിലേക്ക് ഒരു കൊച്ചു വന്നു. 48 വയസ്സിൽ ജീവിതയാത്രയുടെ അനുഭവങ്ങൾ കൊണ്ടും പാഠങ്ങൾ കൊണ്ടും വന്നൊരു കൊച്ചി. ഈ വ്യത്യാസമുള്ളൂ. അല്ലാതെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒന്നുമില്ല. അതിന് ചുറ്റും ആളുകൾ ഉണ്ടായിരുന്നു എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ഇതിനാരുമില്ല, ഞാൻ തന്നെ സ്വയം ആർജിച്ച ശക്തി കൊണ്ട് പാലു വന്നു. ആര്യ കുറച്ച് കെയറിങ്ങിൽ വന്നൊരു കുട്ടി, അവള് നിഷ്കളങ്കമായി ഒന്നും ഇവിടെ ഒരു അമ്മയുടെ അതേ ലാസ്റ്റാണല്ലോ. ഫസ്റ്റ് ഒക്കെ അറിഞ്ഞാലല്ലോ അത്രയും കെയറിങ് ഒക്കെ കിട്ടുള്ളൂ. ലാസ്റ്റില്ലേ നമ്മൾ അറിയുന്നത്. പിന്നെ പ്രസവിക്കാൻ വേണ്ട രജേഷയുടെ ഇന്റർവ്യൂ എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രസവിച്ചില്ലേ. അപ്പൊ അതിനുള്ള സമയമൊന്നും പാലുവിന് കിട്ടിയിട്ടില്ല. അപ്പൊ എന്നെ പോലെ ഇരിക്കണം എന്ന് പറയണപ്പോ ഇവള് ചോദിക്കണം അമ്മയ്ക്ക് പാലുവിനോട് സന്തോഷമാണ്. ഇവള് പക്ഷെ അങ്ങനെ എപ്പോഴും വെച്ചിട്ടു അമ്മയെ പോലെ. അപ്പൊ എനിക്ക് ദേഷ്യം വരും ഇങ്ങനെ. അല്ല എന്നാലും നമുക്ക് വിഷമല്ലേ. എനിക്ക് ചിന്ത എന്നറിയാം ഇവൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും വിഷമാകണോണ്ടാണ് ഇവള് ഇങ്ങനെ പറയുന്നത്. ഞാൻ അംഗീകരിക്കുകയില്ല എന്നെ പോലെ പാലിരിക്കുന്നത്. അംഗീകരിച്ചില്ലെങ്കിലും അമ്മയെ പോലെ തന്നെ അതുകൊണ്ടാ കൊച്ചിനെ ഇപ്പൊ പോയി കട്ടൊക്കെ വെട്ടിച്ച് ഞാൻ ഇച്ചിരി വ്യത്യാസം ഇപ്പൊ കൂടിയുള്ളൂ.
കുറച്ചുകൂടെ നല്ല ഞാൻ എന്റെ കണ്ണൊക്കെ അച്ഛന്റെ സൈഡിലേക്ക് പോലെയാണ്, മൂക്കും എല്ലാം. അമ്മ ചാമ്പങ്ങ മൂക്കൊക്കെ കൊള്ളത്തില്ല. കുഴപ്പമില്ല, ആണല്ലേ പറഞ്ഞത്. ഇനി എന്ത് പറഞ്ഞാലും എന്തായാലും രജിഷേട്ടാ 2 മക്കളെ കിട്ടി, അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു. അതെ, ഈ ആര്യക്ക് ശരിക്കും പ്രൗഡാണ് കേട്ടോ. അമ്മയെന്ന് ആലോചിക്കുമ്പോ ആര്യ ഭയങ്കര രസമായിട്ടായിരിക്കും പുറത്തൊക്കെ ഭയങ്കര രസമായിട്ടായിരിക്കും പറയണത്. എനിക്ക് അഭിമാനമാണ് എപ്പോഴും. ഞാൻ ഇപ്പോഴും എല്ലാവരോടും പറയും, എനിക്ക് എന്റെ അമ്മയുടെ ഡെലിവറി കണ്ടതിന് ശേഷം എന്റെ അമ്മയുടെ തർക്കുത്തരം പറയാൻ എനിക്ക് ഭയങ്കര മടിയാണ്. കാരണം നമ്മൾ എല്ലാവരും മക്കൾക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല സ്വന്തം അമ്മയുടെ ഡെലിവറി നേരിട്ട് പോയി കണ്ട് തലകറങ്ങി അവിടെ നിൽക്കാന്ന് പറയുന്നത്. പക്ഷെ അതിനുശേഷം മറ്റേ പ്രസവം കഴിഞ്ഞ ഉടനെ വാഷ്റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഞാനാ കൊണ്ടുപോയത് ഡോക്ടർ പറഞ്ഞിട്ട്. കാരണം ഇത്രയും പ്രായ വ്യത്യാസവും എനിക്ക് ടെൻഷൻ അടിച്ച് നിൽക്കുന്നതുകൊണ്ട് തുളസി ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞ് അകത്തേക്ക് പൊക്കോളൂ, അപ്പൊ ഇതിന്റെ മെറ്റേണിറ്റി പാഡൊക്കെ ഉണ്ടല്ലോ, അതും കൊണ്ട് ഞാൻ അകത്തേക്ക് വരുമ്പോൾ അമ്മയുടെ കൂടെ വാഷ്റൂമിനകത്തേക്ക് കയറുന്നത് ഞാനാ. അവിടെ കണ്ട കാഴ്ചകളെല്ലാം ഏത് മക്കൾ കണ്ടാലും ഒരിക്കലും നമ്മൾ നമ്മുടെ അമ്മമാരോട് ഒരു വാക്ക് പോലും കറുപ്പിച്ച് പറയാൻ നമുക്ക് തോന്നില്ല. അതുപോലെയായിരുന്നു. എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ ഈ ഒരു സ്ത്രീയോട്. ഞങ്ങൾക്കും അതെ, സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ രജിഷേട്ടാ, ഞാൻ ഒത്തിരി സംസാരിക്കും, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് മാത്രമേ സംസാരിക്കുള്ളൂ. അതെനിക്ക് ഏറ്റവും ഞാൻ പറയുന്നതിനെ ആ രീതിയിൽ ഒരു സ്പേസിൽ എടുക്കുന്ന സ്ഥലങ്ങളിൽ സംസാരിക്കാൻ ഇഷ്ടം. എനിക്ക് വളരെ ഇതാണ് എൻ്റെ ലോകം, ഇവര്. അല്ലാതെ അതിനപ്പുറം ഒരു ലോകങ്ങളും ഇപ്പൊ പാലുവിന്റെ ലോകം. നേരത്തെ ആര്യ, ഡാൻസ്, പാട്ട്. ഇനി ഇവളുടെ കരിയറിൽ ഉയരണ കാണണം. അത്ര കാണിച്ചു തരാം. ഞാൻ പറയാം, ആര്യയുടെ ഒരു സിനിമ, 2 ഭരതനാട്യം. ശരിയായി, ഇപ്പൊ ശരിയായി, മൊത്തം തെറ്റി. അപ്പൊ മോഹിനിയാട്ടം. ആ മോഹിനിയാട്ടത്തിലും സിനിമയിലും കുറച്ച് നന്നായി ആര്യ പെർഫോം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അമ്മ ഓക്കെയാണ്. സമാധി. ഞാൻ സിനിമ കാണില്ല എന്ന് ആര്യോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി ആര്യ സ്ക്രീനിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. ശബദമല്ല, അതെന്റെ ഒരു ആഗ്രഹം. എനിക്ക് കുറേ സിനിമ ചെയ്യണമെന്നല്ല, ഒരു സിനിമയിൽ അവളെ സ്ക്രീനിൽ കാണണം എന്ന് വലിയൊരു ആഗ്രഹമാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് കഴിഞ്ഞു. അല്ല, അതെന്നു വെച്ചാൽ അത് ഞാൻ എന്താ ലാസ്റ്റ് കണ്ട ഏത് സിനിമ ആര്യ? ബാഹുബലി എന്നാണ് അല്ലേ അന്ന് കണ്ട. പിന്നെ ഇന്നുവരെ ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ല. അന്ന് ഞാൻ ആര്യോട് പറഞ്ഞു, ഇനി എന്നാ നിന്നെ ഞാൻ സ്ക്രീനിൽ കാണണോ അന്ന് ഞാൻ സിനിമ കാണൂ. അത് വേറൊന്നും നടക്കട്ടെ. അതെന്നോട് പലരും പറയും, ആര്യയ്ക്ക് അത്രേ കഴിവുണ്ട് എന്ന് പറയണ കൊണ്ടാണ്. പിന്നെ അതിന് സിനിമ ചെയ്തില്ലേലും പ്രശ്നമില്ല. നല്ല ഒരു മോഹിനിയാട്ട നർത്തകിയായിട്ട് അല്ലേ, നീന പ്രസാദിനെ പോലെ അല്ലെങ്കിൽ മേതിൽ ദേവിക മേഡത്തിനെയൊക്കെ പോലെ നല്ലൊരു മോഹിനിയാട്ട നർത്തകിയുടെ ആര്യ പാർവതിയുടെ അമ്മ എന്നറിയുന്നതും വളരെ സന്തോഷം. അവൾ സ്വന്തമായിട്ട് ഐറ്റങ്ങളൊക്കെ കൊറിയോഗ്രാഫി ചെയ്ത് അവളുടെ കുറേ ശിഷ്യഗണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന് കാണുന്നത്, ഞാൻ അവളെ കൊണ്ടു നടന്ന പോലെ അവളുടെ സ്റ്റുഡൻസുമായിട്ട് അവൾ നിൽക്കുന്ന ഒരു മൊമെന്റ് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും സ്റ്റുഡൻസ് ഉണ്ട്. അല്ല, അതല്ല, അവള് സ്വന്തമായിട്ട് ഐറ്റങ്ങൾ കൊറിയോഗ്രാഫി ചെയ്യണം. പാട്ട് കമ്പോസ് ചെയ്ത് അവള് കൊറിയോഗ്രാഫി ചെയ്ത് അവള് നല്ലൊരു മോഹിനിയാട്ട നർത്തകി എന്ന് പറഞ്ഞാൽ അറിയുന്നത് അത് വളരെ സന്തോഷമാണ്. സിനിമ സ്വന്തം ക്രിയേറ്റിവിറ്റിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ആര്യയും ശിഷ്യഗണങ്ങളെയും കാണണം. അതാണ് ആര്യ പാലുവിനൊരു പാഠമാണ്. തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലെ ആര്യ എന്ന കുട്ടി അവള് വേറെ ആരും പ്രതിദാനം ചെയ്യണ്ട. പാലുവിനെ ആര്യെ കണ്ട് പഠിച്ചാൽ മതി. എൻ്റെ ചേച്ചി ഇങ്ങനെയാണ്, ഒരു എയിമുള്ളിൽ ചേച്ചി എത്തുമ്പോഴാണ് പാലുവിനും ആ ജേർണി എൻ്റെ ലൈഫിൽ ഞാനും ആയിത്തീരണം എന്ന് അവൾക്ക് വേറെ വീഡിയോ ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെ മൂത്തൊരാളുണ്ടെങ്കിൽ അയാളെ കണ്ടു വേണമല്ലോ ഇളയാള് പഠിക്കണം. അപ്പം എൻ്റെ ചേച്ചി അത്രയും നിൽക്കുമ്പോൾ ഞാനും തീർച്ചയായിട്ടും അവിടെ എൻ്റെ ഒരു സൈഡിലെങ്കിലും എത്തണം എന്നൊരു കുഞ്ഞിക്ക് തോന്നണം. അവൾക്ക് ഡാൻസും പാട്ടിലേക്ക് ലൈഫിന്റെ ക്യാരക്ടർ വൈസ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അല്ല ഡാൻസും പാട്ടും അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ പഠിക്കും, അത്രേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് അവൾ ലൈഫിൽ എന്താണോ ആഗ്രഹിക്കുന്നത് ഇവളെ വിട്ട പോലെ തന്നെ അവളെയും വിടും. പക്ഷെ ആര്യ അവൾക്കൊരു എന്താ പറയാ, ഒരു ഉണ്ടാവും. പാലുവിനെ കുറിച്ചുള്ള കുറെ സ്വപ്നങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. എവിടെയായിരുന്നു? അപ്പോൾ തീർച്ചയായിട്ടും 2 മക്കളും ഭയങ്കര രസമായിട്ട് വളരട്ടെ, ഭയങ്കര സന്തോഷമായിട്ട് പോട്ടെ. അമ്മ ഇപ്പൊ തന്നെ ഞങ്ങളുടെ സ്റ്റാറാണ്, നാളെ വീണ്ടും സ്റ്റാറായിട്ട് തന്നെ തുടരട്ടെ. മക്കളൊക്കെ വിചാരിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തട്ടെ. എല്ലാ മക്കളും, അതെ, സമൂഹത്തിലെ എല്ലാ മക്കളും അച്ഛനെ അമ്മയെ സ്നേഹിച്ച് സന്തോഷമായിട്ട് അവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ജീവിക്കുന്ന മക്കളായിട്ട് മാറട്ടെ. അതാണ് എൻ്റെ പ്രാർത്ഥന. നമ്മൾ കേട്ടത് വാർത്തകളൊക്കെ ഇനി ഉണ്ടാവാതെ സമൂഹത്തിലുള്ള കുഞ്ഞുങ്ങളും നല്ല മക്കളായിട്ട് ഒരമ്മയുടെയും അച്ഛൻ്റെയും കണ്ണ് നിറയാതിരിക്കട്ടെ. അതാണ് എൻ്റെ പ്രാർത്ഥന.
താങ്ക് യു. താങ്ക് യു. താങ്ക് യു.